benefit cost ratio, internal rate of return and modified internal rate of return. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ പ്രൊജക്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഉപയോഗിച്ച് നമുക്കൊരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റിൻ്റെ റിലേറ്റീവ് കോസ്റ്റും ബെനിഫിറ്റ്സും മനസ്സിലാക്കാം. റിലേറ്റീവ് കോസ്റ്റും ബെനിഫിറ്റ്സും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഒരു അപ്കമിങ് പ്രോജക്റ്റിൻ്റെ എക്സ്പെക്റ്റഡ് കോസ്റ്റും ബെനിഫിറ്റും അസസ് ചെയ്യാൻ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഹെൽപ്ഫുൾ ആണ്. ഇതിൻ്റെ ഫോർമുലയാണ് താഴെ കാണിച്ചേക്കുന്നത്. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ്സ് ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് കോസ്റ്റ്. ഇതിനെ നമുക്ക് ഈ ഒരു ഫോർമുല എഴുതാം. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു സിഗ്മ ടി ഇസ് ഈക്വൽ ടു 0 to n cash flow from benefits divided by 1 plus I raised to t whole divided by sigma t is equal to 0 to n cash flows of cost divided by 1 plus I raised to t. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കാണിച്ചേക്കുന്നത് ഈ ബെനിഫിറ്റ്സിൻ്റെയും കോസ്റ്റിൻ്റെയും പ്രസൻറ്റ് വാല്യൂസ് ആണ്. നമുക്കറിയാം പ്രസൻറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 1 divided by 1 plus I raised to t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. ഈ ഇക്വേഷനിൽ സി എഫ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ആണ്, ഐ ഈസ് ദ ഡിസ്കൗണ്ട് റേറ്റ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീരിയഡ്സ്, ടി ഈസ് ദ പീരിയഡ് ദാറ്റ് ദ ക്യാഷ് ഫ്ലോ ഒക്കേഴ്സ്. ഈ രണ്ട് ഇക്വേഷൻസും സെയിം തന്നെയാണ്. നമ്മൾ മുകളിൽ എഴുതിയേക്കുന്ന ഇക്വേഷനിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ്സ് എന്നേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന രീതിയിലാണ് നമ്മൾ താഴത്തെ ഇക്വേഷനിൽ കാണിച്ചേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Now let's see the decision rule related to BCR. If BCR is less than 1, NPV is negative. അപ്പോൾ NPV നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം പ്രോജക്റ്റ് ലോസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി ഇഫ് BCR is equal to 1, NPV is 0. അപ്പോൾ പ്രോജക്റ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയില്ല, ലോസും ക്രിയേറ്റ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് എ ഡിസ്ക്രിഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ പ്രോജക്റ്റ്. അപ്പോൾ BCR 1 ആണെങ്കിൽ അല്ലെങ്കിൽ NPV 0 ആണെങ്കിൽ മാനേജ്മെൻറ്റിന് ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇഫ് BCR is greater than 1, NPV is പോസിറ്റീവ്. അപ്പോൾ NPV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും, കാരണം അത് പ്രോഫിറ്റബിൾ ആണ്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ IRR. ഏറ്റവും സിംപിളർ ടേംസിൽ പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് ഇറ്റ് ഈസ് എ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് ഗിവ്സ് ദ NPV ഓഫ് എ പ്രോജക്റ്റ് ഈക്വൽ ടു 0. ഒരു പ്രോജക്റ്റിൻ്റെ NPV 0 ആക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് IRR. അതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ഓർ വെയർ ദ സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഇസ് ഈക്വൽ ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ NPV 0 ആക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ വേറൊരു ടേംസിൽ എഴുതിയേക്കുന്നതാണ്. സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതെന്താണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ NPV എന്താണെന്നും ഒരു പ്രോജക്റ്റിൻ്റെ NPV 0 ആയാൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയാൽ ലെസ് ദാൻ 0 ആയാൽ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു പ്രോജക്റ്റിൻ്റെ NPV ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രോജക്റ്റിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ കൂടുതലാണ്, എന്തിനേക്കാട്ടിലും അതിൻ്റെ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. സോ യു വിൽ അക്സെപ്റ്റ് ദ പ്രോജക്റ്റ്. ഇനി NPV ലെസ് ദാൻ 0 ആണെങ്കിലോ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ റിട്ടേൺ ഫ്രം ദ പ്രോജക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ലോസ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, വി വിൽ റിജക്ട് ദ പ്രോജക്റ്റ്. അങ്ങനെയാണെങ്കിൽ NPV ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്തായിരിക്കും വരുന്നത്? ദ റിട്ടേൺ ഫ്രം ദ പ്രോജക്റ്റ് വിൽ ബി ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്. അത് തന്നെയാണ് നമ്മൾ മുകളിൽ എഴുതിയേക്കുന്നത്. സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഇസ് ഈക്വൽ ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ നമ്മൾ പറഞ്ഞേക്കുന്നത് ക്യാഷ് ഇൻഫ്ലോയാണ്. അതാണ് റിട്ടേൺ ഫ്രം ദ പ്രോജക്റ്റ്. നമുക്ക് ഭാവിയിൽ ആ ഒരു പ്രോജക്റ്റിൽ നിന്നും കിട്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആണ്. അതിൻ്റെ ഡിസ്കൗണ്ടഡ് വാല്യൂ ആണ് നമ്മൾ NPVയിൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോജക്റ്റിൻ്റെ കോസ്റ്റാണ്. നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യലി ഒരു കോസ്റ്റ് അവിടെ ആവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്. അതാണ് നമ്മൾ അവിടെ എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ വെയർ ദ സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഇസ് ഈക്വൽ ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്.
അപ്പോൾ IRR എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോജക്റ്റിൻ്റെ ആക്ച്വൽ ഡോളർ വാല്യൂ അല്ല. ഇറ്റ് ഈസ് ആനുവൽ റിട്ടേൺ ദാറ്റ് മേക്സ് ദ NPV ഈക്വൽ ടു 0. NPV 0 ആക്കുന്ന ആനുവൽ റിട്ടേണിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. IRR കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യുന്നതിനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ IRRനെ സംബന്ധിച്ച് നമുക്ക് NPV = 0 ആകുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കിട്ടേണ്ടത്. സോ IRRൻ്റെ കേസിൽ നമ്മൾ പല ഡിസ്കൗണ്ട് റേറ്റും ഇട്ട് നോക്കും. അതിൽ ഏത് ഡിസ്കൗണ്ട് റേറ്റ് ആണ് NPV 0 ആയിട്ട് തരുന്നത് അതാണ് നമ്മൾ IRR ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന IRR മെത്തേഡ് ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദ കെയ്നീഷ്യൻ കോൺസെപ്റ്റ് ഓഫ് MEC അല്ലെങ്കിൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. കെയ്ൻസിൻ്റെ MEC എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ദാറ്റ് ഇക്വേറ്റ്സ് ദ റിട്ടേൺ ഓഫ് എ പെർട്ടിക്കുലർ ക്യാപിറ്റൽ അസറ്റ് ടു ഇറ്റ്സ് സപ്ലൈ പ്രൈസ്. അതായത് ഒരു പെർട്ടിക്കുലർ ക്യാപിറ്റൽ അസറ്റിൻ്റെ റിട്ടേണിനെയും അതിൻ്റെ സപ്ലൈ പ്രൈസിനെയും ഇക്വേറ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ് MEC. ഇവിടെ സപ്ലൈ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് എന്നും പറയാം. IRR പഠിച്ചപ്പോൾ അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും പറഞ്ഞത്. IRR എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ഇക്വേറ്റ്സ് ദ റിട്ടേൺസ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോസ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോസിനെയും ഇക്വേറ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് IRR. ഈ രണ്ട് കോൺസെപ്റ്റിലും ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് വ്യത്യാസമാണെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ മീനിങ് സെയിം തന്നെയാണ്. ഇനി IRR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. 0 = NPV = sigma t = 1 to t CT divided by 1 plus IRR raised to t minus C0. IRR എന്ന് പറയുമ്പോൾ NPV 0 ആക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 0 = NPV = sigma t = 1 raised to t അങ്ങനെ തുടങ്ങിയേക്കുന്നത്. ഇവിടെ CT എന്ന് പറഞ്ഞാൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഡ്യൂറിങ് ദ പീരിയഡ് T. C0 is the total initial investment cost, IRR is the internal rate of return, and T is the number of time periods. Now we can see the decision rule related to IRR method. നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ IRR എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ആ പ്രോജക്റ്റ് പ്രോഫിറ്റബിൾ ആയിരിക്കും. സോ ആക്സെപ്റ്റ് ദ പ്രോജക്റ്റ്. If the IRR is equal to cost of capital, then the project provides a minimum return. So the management can decide whether to accept or reject the project. If IRR is less than cost of capital, it creates loss. So reject the project. IRR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എപ്പോഴും ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന് ഒരു യുണീക്ക് ആയിട്ടുള്ള IRR കിട്ടണം എന്നില്ല. ചിലപ്പോൾ ഒരു പ്രോജക്റ്റിന് തന്നെ NPV 0 ആയിട്ട് വരുന്ന ഒരുപാട് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺസ് നമുക്ക് കിട്ടും. ആ ഒരു കേസിൽ ഏത് പ്രോജക്റ്റാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു കോംപ്ലെക്സ് ഫിനോമിനൻ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ പ്രോജക്ട്സിന് ഈക്വൽ സൈസ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെയും IRR ഉപയോഗിക്കുന്നത് ഡിഫിക്കൽട്ടാണ്. That is, IRR is not a suitable method for ranking the projects having substantially different investment cost. IRR മെത്തേഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസംഷനാണ് പോസിറ്റീവ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് റീഇൻവെസ്റ്റ് ചെയ്യുന്നത് IRRൽ തന്നെ ആയിരിക്കും, ആ ഒരു ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ തന്നെ ആയിരിക്കും എന്നാണ് അവർ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ അത് ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ ഈ ഇക്വേഷൻസിലൊക്കെ പറയുന്ന ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം. അതായത് ചിലത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കാം, ചിലത് നമുക്ക് ലോസ് ആയിരിക്കാം. രണ്ടായാലും നമ്മുടെ ക്യാഷ് ഫ്ലോസ് തന്നെയാണത്. ഒരു വർഷം പ്രോഫിറ്റബിൾ ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം നമുക്ക് വരുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. ദാറ്റ് ഇസ് ലോസ് ക്രിയേറ്റിംഗ്. അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഈ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഒരേ റേറ്റ് ഓഫ് റിട്ടേണിൽ തന്നെ ആവാൻ ഒരിക്കലും പാടില്ല. ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. പക്ഷേ IRR മെത്തേഡിൽ ഈ പോസിറ്റീവായിട്ടുള്ള ക്യാഷ് ഫ്ലോസ് എപ്പോഴും റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരേ റേറ്റ് ഓഫ് റിട്ടേണിൽ തന്നെ ആണ്. ഇത് ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ റെക്ടിഫൈ ചെയ്യുന്ന ഒന്നാണ് മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ MIRR. മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ MIRR. IRR പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്
ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റുള്ള പ്രോജക്ട്സ് കമ്പയർ ചെയ്യാൻ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല IRR. പക്ഷേ MIRR ഉപയോഗിച്ച് നമുക്ക് എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണെങ്കിലും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ MIRRൻ്റെ മെയിൻ അസംഷനാണ് പോസിറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് എപ്പോഴും ബിസിനസ് റീഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലാണ്. ആൻഡ് ദാറ്റ് ദ ഇനീഷ്യൽ ഔട്ട്ലേസ് ആർ ഫിനാൻസ്ഡ് അറ്റ് ദ ഫേംസ് ഫിനാൻസിങ് കോസ്റ്റ്. ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ചെയ്യുന്നത് ഫേമിൻ്റെ ഫിനാൻസിങ് കോസ്റ്റ് എന്നാണ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോറോയിങ് കോസ്റ്റ് ആണ്. അതായത് ഫണ്ട്സ് ബോറോ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഉണ്ടാകുന്ന കോസ്റ്റാണ് ബോറോയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻസിങ് കോസ്റ്റ്. ഇനി MIRR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു nth റൂട്ട് ഓഫ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇനീഷ്യൽ ഔട്ട്ലേസ് ഇൻറ്റു ഫിനാൻസിങ് കോസ്റ്റ് മൈനസ് 1. These are the main differences between MIRR and IRR method. First one, MIRR improves on IRR by assuming that പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് ആർ റീഇൻവെസ്റ്റഡ് അറ്റ് ദ ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് നമ്മൾ പറഞ്ഞതാണ്. IRRൻ്റെ കേസിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് റീഇൻവെസ്റ്റ് ചെയ്യുന്നത് IRRൽ തന്നെയാണ്. പക്ഷേ MIRR വരുമ്പോൾ പോസിറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലാണ്. സെക്കൻഡ് വൺ, MIRR ഇസ് ഡിസൈൻ ടു ജനറേറ്റ് വൺ സൊല്യൂഷൻ. അതായത് നമ്മൾ MIRR യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള റേറ്റ് ആണ്. പക്ഷേ IRRൻ്റെ കേസിൽ നമുക്ക് മൾട്ടിപ്പിൾ IRRs കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്.